ഹായ്. അപ്പോൾ 2-3 ദിവസമായിട്ട് ചലഞ്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, സെയിം റൊട്ടീൻ തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മടുത്തു പോകും. അതുകൊണ്ട് തന്നെ ഒരു ലേസി ഡേ കണ്ടാലോ. വീട്ടിൽ വെറുതെ ഇരിക്കുമായിരുന്നു ഞാനും എൻ്റെ അനിയത്തിയും കൂടെ. പെട്ടെന്നൊരു പ്ലാൻ, എവിടെയെങ്കിലുമൊക്കെ പോയാലോ എന്ന്. അനിയത്തിക്കും തിരിച്ചിടുക്കിക്ക് പോകാറായി. അങ്ങനെ നേരെ ഞങ്ങൾ പാളയത്തേക്ക് വിട്ടു. അവിടെ ചെന്ന് സ്റ്റുഡിയോയിൽ കയറി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് ഒറ്റ ബുദ്ധിക്ക് ലുലു മോള്. എന്തിനാ ലുലു മോള് വരെ ഞങ്ങൾ പോയെന്ന് ഇപ്പോഴും ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഒന്നും വാങ്ങിക്കാനും ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് ഇത്ര വിശാലമായ ലുലു മോൾ ഉള്ളപ്പം അവിടെയൊക്കെ ഒന്ന് പോണത് നല്ലതാണല്ലോ. എന്താണെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിച്ച് ഞങ്ങൾ ലുലു മോളിൽ ചെന്നു. ഒരു പ്ലാനും ഇല്ലാത്തത് കൊണ്ട് തന്നെ സമയം 3 മണിയായപ്പം നല്ല വിശപ്പ് തുടങ്ങി. നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വിട്ടു. അവിടെ ചെന്ന് ഞങ്ങൾക്ക് വേണ്ട ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് ഫുഡ് കോർട്ടിലേക്ക് പോയി. വിശപ്പുള്ളത് കൊണ്ട് തന്നെ ഒന്നും നോക്കിയില്ല. അത് കഴിച്ചിട്ട് ഞങ്ങൾ പോയത് ക്രോസ് വേർഡിലേക്കായിരുന്നേ. അവിടെ കയറുന്നതിന് മുന്നേ അവൾ എന്നെ ഒന്ന് വിലക്കി. വേറൊന്നുമല്ല, അവിടെ ഭയങ്കര കോസ്റ്റ്ലിയാന്ന്, നീ ഒന്നും എടുക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരത്തെ എടുത്തത് ഈ കുഞ്ഞു പിള്ളേർ ഡ്രോയിങ് ചെയ്യുന്ന ബുക്കില്ലേ, അതാട്ടോ. ഇപ്പോഴത് വീട്ടിൽ ഇരിപ്പുണ്ട്, വരച്ച് ഞാൻ കണ്ടില്ല. അങ്ങനെ പിന്നെ ലുലു ഫാഷൻ സ്റ്റോറിൽ പോയി. ഒന്നും എടുക്കാനില്ലായിരുന്നു, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ ഒരു നല്ല മഴ വന്നപ്പം ഒന്നും നോക്കിയില്ല, തിരിച്ച് നേരെ വീട്ടിലേക്ക് വണ്ടി കയറി. അങ്ങനെ ഞങ്ങൾ മഴയൊക്കെ കണ്ട്, ഭയങ്കര മഴയായിരുന്നു കേട്ടോ അന്ന്. മഴയൊക്കെ കണ്ടിട്ട് നേരെ തമ്പാനൂർ വന്നിറങ്ങി. അവിടെ ഏകദേശം ഒരു 1/4 മണിക്കൂറോളം ഞങ്ങൾ നിന്നിട്ടുണ്ടാവും. ഞങ്ങൾക്ക് ബസ് കിട്ടിയില്ല. അനിയത്തിയാണെങ്കിൽ നിന്ന് മടുത്ത്. ഇനി അവളെ അവിടെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ അവൾ ഊബർ വിളിച്ച് വീട്ടിൽ പോകുന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ലൈം ഓഫർ ചെയ്ത് ഞങ്ങൾ ഇതേ സെൻട്രൽ ബേക്കറി കയറി ഓരോ ലൈം കുടിച്ചു. അവിടെ ഇരുന്ന് എടുത്ത ഫോട്ടോയൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ ലൈം കുടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും നമുക്ക് പോകാൻ ബസ് വന്നു. പിന്നെ വീട്ടിൽ പോയി. ഓക്കെ, ബൈ.